സോ നമ്മൾ SSC CGL എക്സാമിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്താൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റ് കുറച്ച് എക്സാംസ് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, ഒന്ന് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ കാര്യം, SSC CGL എക്സാം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് തൊട്ടാണ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് എത്ര സമയമുണ്ട് എന്നുള്ളത് ഒരു ഐഡിയ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ജൂൺ ടു ജൂലൈ ടു ഓഗസ്റ്റ്, അങ്ങനെ റഫ്ലി നമ്മുടെ കയ്യിൽ ഒരു 2.5 മന്താണ് നമ്മുടെ കയ്യിലുള്ളത്. 2.5 മന്ത്. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 70 to 75 ഡേയ്സ് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു 75 ഡേയ്സിനുള്ളിലായിട്ട് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്യുക. ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കൂടെ പെട്ടെന്ന് കവർ ചെയ്തിട്ട് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി. പിന്നെ SSC CGL സിലബസ് 1 മാത്സ് ആണ്, 2 ലോജിക്കൽ റീസണിങ് ആണ്, 3 GK ആണ്, ജനറൽ അവയർനെസ്, ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമിക്സും സയൻസും ഒക്കെയാണ്. അവസാനത്തത് ഇംഗ്ലീഷ്, വൊക്കാബുലറി തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷും നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് 4ആണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഈ സെയിം സിലബസ് ആണ് SSC CHSL എക്സാമിന്. ഇത് CGL എക്സാമിന് തൊട്ട് ശേഷം വരാൻ പോകുന്ന എക്സാമാണ്. ഇതിനും സെയിം സിലബസ്, മാത്സ്, റീസണിങ്, GK ആൻഡ് ഫൈനലി ഇംഗ്ലീഷ്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താ അറിയോ? SSC CGL എക്സാം എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് വെച്ചാൽ ഒരു ഡിഗ്രി ഉള്ള ഒരാൾക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു ഫൈനൽ ഇയർ ഓഫ് ഡിഗ്രി ഉള്ള ഒരാൾക്ക് മാത്രമേ CGL എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ CHSL എക്സാം എന്ന് പറയുന്നത് +2 ലെവൽ എക്സാമാണ്, 12th ലെവൽ എക്സാമാണ്. അതുകൊണ്ടൊരു 12th ക്വാളിഫിക്കേഷനുള്ള ആർക്കും ഈ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും ഈസിയർ ആയിരിക്കും CHSL എന്ന് പറയുന്നത്. CHSL ഭയങ്കര ഈസിയർ ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്, CGLനേക്കാൾ ഈസിയാണ്. കാരണം CGL ഡിഗ്രി ലെവൽ എക്സാമാണ്, CHSL +2 ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് അറ്റംപ്റ്റ് ചെയ്യാം. +2 ലെവൽ ടഫ്നെസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മോഡറേറ്റ് ആയിരിക്കും, ഈസി ടു മോഡറേറ്റ് ആയിരിക്കും CHSL എന്ന് പറയുന്നത്. CGLനെ പ്രിപ്പയർ ചെയ്ത് വെറുതെ ഇരിക്കേണ്ടി വരില്ല, CHSL ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ശേഷമുള്ളൊരു എക്സാമാണ് SSC MTS എന്ന് പറയുന്നത്. SSC MTSനും സെയിം സിലബസാണ് വരുന്നത്, മാത്സ്, റീസണിങ്, GK, ഫൈനലി ഇംഗ്ലീഷ്. ഇതിലും സിലബസാണ് വരുന്നത്. പക്ഷേ ഇത് 10th ലെവൽ എക്സാമാണ്. 10th ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. CHSLനേക്കാളും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും MTS എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പാറ്റേൺ കിട്ടും. CGL എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമാണ്, അതിൻ്റെ സെയിം സിലബസാണ് +2 ലെവൽ CHSLന് വരുന്നത്. CGLനേക്കാളും ഈസി ആയിരിക്കും +2 ലെവൽ എക്സാം. CHSLൻ്റെ സെയിം സിലബസ് തന്നെയാണ് MTSനും വരുന്നത്, അതിനേക്കാളും ഈസി ആയിരിക്കും. കാരണം ഇത് 10th ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ്, 10th ലെവൽ എക്സാമാണ്. അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. CHSLന് ശേഷം CHSL അല്ലെങ്കിൽ MTSന് പ്രിപ്പയർ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് PYQs ഒന്ന് അനലൈസ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് CGLന് പ്രിപ്പയർ ചെയ്താൽ CHSL അല്ലെങ്കിൽ MTS കിട്ടാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. കാരണം CGL ഡിഗ്രി ലെവലാണ്. ആ ഒരു ടഫ്നെസ്സോട് കൂടി സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ അതിനേക്കാളും ഈസിയർ ആയിട്ടുള്ള CHSL അല്ലെങ്കിൽ ഏറ്റവും ഈസിയർ ആയിട്ടുള്ള 10th ലെവൽ MTS എന്തായാലും ക്വാളിഫൈ ചെയ്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. CGLന് ശേഷമായിരിക്കും CHSL, ഹോപ്പ്ഫുള്ളി CHSLന് ശേഷം മാത്രമേ MTS എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് ഏകദേശം എനിക്ക് പറയേണ്ടത്. ദെൻ നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ മൊത്തം ഒരു 75 ഡേയ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ മൊത്തം ഒരു 75 ഡേയ്സ് ഉണ്ട്. ആദ്യത്തെ 45 ഡേയ്സിൽ സിലബസ് കംപ്ലീഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം വെയിറ്റേജ് ഇല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആദ്യം നമ്മൾ കവർ ചെയ്യുക. അതാണ് ഈ 45 ഡേയ്സോട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് ഞാനിവിടെ കൊടുത്തു വെച്ചിട്ടുള്ളത്. ദെൻ റീസണിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് ഞാനിവിടെ കൊടുത്തു വെച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഞാനിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ദെൻ ഏറ്റവും അധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ അവയർനെസ്സിൻ്റെ ടോപ്പിക്സ് ഞാനിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് കുറച്ച് വർഷങ്ങളുടെ ഒരു അനാലിസിസ് പ്രകാരമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും വെയിറ്റേജ് ഉള്ള പാർട്ട് ഇത് കവർ ചെയ്തതിന് ശേഷം കുഞ്ഞു ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആദ്യത്തെ 45 ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷൻസ് നമ്മൾ കവർ ചെയ്തിരിക്കണം. ശേഷം നമ്മൾ 15 ദിവസം PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിവിഷൻ മാത്രമേ ബ്രെയിൻ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. അവസാനത്തെ 10 ദിവസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫുൾ ലെങ്ത് മോക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അവസാനത്തെ 5 ദിവസം എന്ന് പറയുന്നത് ഫൈനൽ ലാബ്സ് ആണ്. ഫൈനലായിട്ടൊന്ന് റിവൈസ് ചെയ്യുക, അവസാന റൗണ്ട് ഒന്ന് ചുറ്റി റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. അത് മാത്രമേ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാട്സാപ്പിൽ ഓൾറെഡി ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യം ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ എക്സാമിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. മൺഡേ എന്ത് ചെയ്യുക, പുതിയ ടോപ്പിക്സ് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എഗെയിൻ പുതിയ ടോപ്പിക്സ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. പക്ഷേ സാറ്റർഡേ സൺഡേ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യണം. മൺഡേ ടു ഫ്രൈഡേ എന്ത് പഠിച്ചു റിവൈസ് ചെയ്യണം. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല മാറ്റർ ചെയ്യുന്നത്, എത്ര റിവൈസ് ചെയ്തു എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി മാറ്റർ ചെയ്യുന്നൊരു കാര്യം.
ദെൻ ഓവറോൾ ടൈം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 45 ദിവസം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക്സും കവർ ചെയ്തിരിക്കണം. സിലബസ് കംപ്ലീഷനാണ്. ശേഷം നമുക്ക് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കവർ ചെയ്യുന്നതിന് വെച്ചാൽ അത് റിവൈസ് ചെയ്ത് PYQs കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ശേഷം നമുക്ക് ഫുൾ ലെങ്തിൽ മോക്ക് അറ്റൻഡ് ചെയ്യാം. അവസാനത്തെ 5 ദിവസം ഒന്നും പുതിയതായിട്ട് പഠിക്കുന്നില്ല, ഫുൾ റിവിഷൻ മാത്രമായിരിക്കണം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവേണ്ടത്. ഞാനിത് പെട്ടെന്ന് പറയാണ്. സോ 4 ഗോൾഡൻ റൂൾ ഉള്ളത്. 1, സിലബസ് എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. 2, PYQs മാൻഡേറ്ററി ആണ്. ഇപ്പോൾ ഏതൊരു എക്സാം ആണെങ്കിൽ പോലും അതിന് എക്സാമിൻ്റെ പാറ്റേൺ ഡീകോഡ് ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് PYQ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. 3, മോക്ക് ടെസ്റ്റും അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ അത്രത്തോളം നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല ഈ ഒരു എക്സാമിന് മാറ്റർ ചെയ്യുന്ന കാര്യം. നമ്മൾ എന്ത് അതിൽ എത്രത്തോളം നമ്മുടെ ബ്രെയിൻ അതിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ചില ലോജിക് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു ലോജിക് യൂസ് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, എലിമിനേഷൻ ടെക്നിക്ക് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരും. അതേപോലെ തന്നെ സിലബസും കൂടെ അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മാക്സിമം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവസാനത്തെ സമയം എന്ന് പറയുന്നത് പഠിച്ചത് മറക്കാതിരിക്കാനായിട്ടുള്ള റിവിഷനാണ്. അത് എല്ലാ ദിവസവും രാത്രി 2 മണിക്കൂർ ചെയ്യണം, എല്ലാ വീക്കെൻഡിലും ചെയ്യണം. സാറ്റർഡേ സൺഡേസിലായിട്ട് അവസാനത്തെ 5 ദിവസം കംപ്ലീറ്റ്ലി നമ്മളത് ചെയ്യും. സോ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. മോക്ക് എല്ലാ ദിവസവും എടുക്കണം, മിസ്റ്റേക്സ് മനസ്സിലാക്കണം, പുതിയ ടോപ്പിക്സ് അവസാനത്തെ ദിവസങ്ങളിൽ പഠിക്കാൻ വേണ്ടി പാടില്ല. അവസാനം റിവിഷനും അതേപോലെ തന്നെ കാമായിട്ട് മാക്സിമം ഇരിക്കുക, അതുമാത്രമാണ് അവസാനം നിൽക്കേണ്ടത്. അതേപോലെ തന്നെ റീസണിങ് നമ്മളൊരു 20 to 25 ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഇംഗ്ലീഷും ഏകദേശം ഒരു 25 അറ്റൻഡ് ചെയ്യണം. ജനറൽ അവയർനെസ് ഒരു 20 എങ്കിലും സേഫ് ആയിരിക്കണം. ക്വാണ്ട് ഒരു 22 എങ്കിലും നമ്മൾ ചെയ്യണം. സോ 80 to 90 എന്തായാലും നമ്മൾ ഫസ്റ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് ഒരു 80 to 90 എങ്കിലും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയൊക്കെ വേർതിരിച്ച് കാണാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സമയം ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൽ മാക്സിമം എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. കട്ട് ഓഫ് എല്ലാ വർഷവും ജനറൽ കാറ്റഗറി OBC SC ST ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഏകദേശം ഇനിയുള്ള സമയം കൊണ്ട് 90+ ആയിരിക്കണം. ഇനിയുള്ള സമയം കൊണ്ട് റിപ്പീറ്റ് ദ വേർഡ്, ഇനിയുള്ള സമയം കൊണ്ട് 90+ ആയിരിക്കണം ബ്രെയിൻ ഉണ്ടാവേണ്ടത്. കംപ്ലീറ്റ് ചെയ്യുക, PYQ അറ്റൻഡ് ചെയ്യുക, മോക്ക് അറ്റൻഡ് ചെയ്യുക, മിസ്റ്റേക്സ് ഒക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് റെക്ടിഫൈ ചെയ്തുകൊണ്ട് പോകുക. അതിന് അടുത്തൊരു കാര്യം എനിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ CGL പ്രിപ്പയർ ചെയ്തിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ ഇത് ഗ്രാജുവേറ്റ് ലെവൽ ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ എത്രയോ ഈസി ആയിരിക്കുമല്ലോ +2 ലെവൽ ടഫ്നെസ് ഉള്ള CHSL എക്സാം. CGL പ്രിപ്പയർ ചെയ്ത് തൊട്ടടുത്ത മാസം വരുന്ന CHSL ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫുൾ ഫോം തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്നാണ്. +2 ലെവൽ എക്സാമാണ്. CGL ഡിഗ്രി ലെവൽ, അതിൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ CHSL ക്വാളിഫൈ ചെയ്യാൻ പറ്റൂലേ? CHSL കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് വരുന്നൊരു എക്സാമാണ് മൾട്ടി ടാസ്കിങ് MTS എക്സാം, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് MTS എക്സാം എന്ന് പറയുന്നത് 10th ലെവൽ എക്സാമാണ്. 10th ക്വാളിഫിക്കേഷനിൽ ഏതൊരാൾക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര ടഫ്നെസ് ഉണ്ടാവുള്ളൂ. CGL സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ CHSലും MTSും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അറ്റ്ലീസ്റ്റ് MTS എങ്കിലും നിങ്ങളെ കൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബിന് ജോയിൻ ചെയ്തു അറ്റ്ലീസ്റ്റ് ക്വാളിഫൈ ചെയ്തിരുന്നാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ വേണമെങ്കിൽ CHSൽ ക്വാളിഫൈ ചെയ്യാം. അതിനപ്പുറത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് CGLലേക്ക് തിരിച്ചു വരാവുന്നതാണ്. അതുകൊണ്ട് ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്താൽ മറ്റ് എക്സാംസിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. വെറുതെ വീട്ടിലിരിക്കേണ്ടി വരില്ല. ഈവൻ നിങ്ങൾക്ക് PSCs അടക്കം അറ്റൻഡ് ചെയ്യാം. കാരണം നിങ്ങളുടെ ബ്രെയിനിൽ ഈ മാത്സും റീസണിങ്ങും റീഡിങ് കോംപ്രഹെൻഷനും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ജനറൽ അവയർനെസ് ഒക്കെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. റീഡിങ് കോംപ്രഹെൻഷൻ ഉദ്ദേശിച്ചത് ഇംഗ്ലീഷിനെയാണ്. ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. പഠിച്ചാൽ വെറുതെ ഇരിക്കേണ്ടി വരില്ല. അപ്പോൾ അടുത്ത 70 to 75 ഡേയ്സ് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക.